ഒന്നടങ്കം ലോകകപ്പിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. ഫുട്ബോൾ മാമാകം വരുമ്പോൾ അതിൽ എടുത്തു പറയേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് നൈനാൻ വളം. ഫുട്ബോളിനെ നെഞ്ചിലേറ്റുന്ന എല്ലാവർക്കും അറിയുന്ന ഫുട്ബോളിനെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു നാടിന്റെ പ്രതിരൂപമാണ് നൈനാൻ വളം. BBC ഇന്ത്യൻ സ്പോർട്സ് ജൂറിയിൽ തുടർച്ചയായി 3 തവണ അംഗമായ പ്രമുഖ മലയാളി മാധ്യമപ്രവർത്തകനും സ്പോർട്സ് ജേർണലിസ്റ്റുമായ കമാൽ വരദൂർ ഇന്നുള്ളത് നൈനാൻ വളപ്പിലാണ്. അന്താരാഷ്ട്ര സ്പോർട്സ് ജേർണലിസ്റ്റ് എന്ന നിലയിൽ അംഗീകരിക്കപ്പെട്ട കമാൽ വരദൂർ ഫുട്ബോൾ വിശേഷങ്ങളുമായി. നമ്മൾ ഇന്ന് ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് നൈനാൻ വളപ്പാണ്. നൈനാൻ വളപ്പിനെ കുറിച്ച് പറയേണ്ടതില്ല. ഏകദേശം എല്ലാവർക്കും ഫുട്ബോളിനെ അറിയുന്നവർക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്ന ഒരു ലൊക്കേഷനാണ്. ഫിഫയുടെ പേജിലുണ്ട്. നൈനാൻ വളപ്പ് ഫുട്ബോൾ ഫാൻസ് അസോസിയേഷൻ എൻഫ എന്ന് പറയുന്ന സംഘടന. അപ്പോൾ ഈ വേദി തിരഞ്ഞെടുക്കാനൊരു കാരണം, ഇവിടെ ഇപ്പോഴും വലിയ ബഹളമില്ല. പക്ഷേ വേൾഡ് കപ്പിൻ്റെ ദിവസങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ഏറ്റവും ബഹളം നടക്കുന്ന, അല്ലെങ്കിൽ ഫുട്ബോളിനെ ഏറ്റവും അധികം ആസ്വദിക്കുന്ന ഒരു നാടിൻ്റെ പ്രതിരൂപമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും. എന്തായാലും നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഗ്രൂപ്പ് C-D ടീമുകളെ കുറിച്ചാണ്. ഗ്രൂപ്പ് സിയിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഞങ്ങൾ പത്രക്കാർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, മരണ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്. കാരണം ഈ ഗ്രൂപ്പിൽ 1-2 ടീമുകൾ വളരെ ശക്തരാണ്. അവരാദ്യം തന്നെ കണ്ടുമുട്ടുന്നുണ്ട്. മറ്റൊന്ന് 4 വൻകരകളിലെ ടീമുകളാണ് ഈ ഗ്രൂപ്പിനെ പ്രതിനിധീകരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഒന്ന് ബ്രസീലാണ്. 5 തവണ വേൾഡ് കപ്പ് സ്വന്തമാക്കിയ ഒരു ടീമാണ് ബ്രസീൽ എന്ന് പറഞ്ഞാൽ. 2 മൊറോക്കോ, അതായത് നമുക്കറിയാം കഴിഞ്ഞ വേൾഡ് കപ്പിൽ സെമിയൊക്കെ കളിച്ച ഒരു ടീമാണ് മൊറോക്കോ എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ വരുമ്പോൾ യൂറോപ്പിൻ്റെ പ്രതിനിധികളായിട്ട് സ്കോട്ട്ലൻഡ് ഈ ഗ്രൂപ്പിൽ കളിക്കുന്നുണ്ട്. അങ്ങനെ വളരെ ശക്തരുടെ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ നൈനാൻ വളപ്പ് എന്ന് പറഞ്ഞാൽ ബ്രസീൽ ഫാൻസ് എന്ന് മാത്രം പറയുന്നില്ല, എല്ലാ ഫാൻസും ഉണ്ട്. ഫുട്ബോളിൻ്റെ വളരെ ശക്തരായിട്ടുള്ള ഫാൻസാണ്. ബ്രസീൽ ഇത്തവണ നമുക്കറിയാം കുറച്ച് നെയ്മറിൻ്റെ കാര്യത്തിൽ ചെറിയ പ്രതിസന്ധികളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ നെയ്മർ ഇഞ്ചുറി എല്ലാം മാറി വീണ്ടും ടീമിലേക്ക് വന്നിട്ടുണ്ട്. അതൊരു വളരെ നല്ല പോയിൻ്റാണ്. കാരണം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. 2014 ബ്രസീലിൽ നടന്ന വേൾഡ് കപ്പ് മുതൽ ബ്രസീലിന് കളിക്കുന്ന ഒരു താരമാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മോഹം എന്ന് പറയുന്നത് സ്വന്തം രാജ്യത്തിന് ഒരു വേൾഡ് കപ്പ് സമ്മാനിക്കലാണ്. ബ്രസീലിൻ്റെ ടീമിൽ വളരെ ശക്തരായി വിനീഷ്യസ് ജൂനിയർ കളിക്കുന്നുണ്ട്. റയൽ മാഡ്രിഡിനായിട്ട് വളരെ ഗംഭീരമായി കളിക്കുന്ന ഒരു താരമാണ്. ആ ടീം മൊത്തമെടുത്താൽ അലിസൺ ബേക്കർ എന്ന ഗോൾ കീപ്പർ മുതൽ ഇങ്ങേ അറ്റത്ത് എല്ലാവരും മികച്ച താരങ്ങളാണ്. അതുകൊണ്ട് വലിയ പ്രതീക്ഷയുള്ള ഗ്രൂപ്പ് C ടീമാണ് ബ്രസീൽ എന്ന് പറയുന്നത്. പക്ഷേ ബ്രസീലിന് വലിയ വെല്ലുവിളി ഇതേ ഗ്രൂപ്പിൽ മൊറോക്കോ എന്നൊരു ടീമുണ്ട്. ആഫ്രിക്കൻസാണ്, ആഫ്രിക്കൻ അറബ് രാജ്യമാണ്. കഴിഞ്ഞ വേൾഡ് കപ്പ് ഖത്തറിൽ നമ്മൾ കണ്ടതാണ്. എല്ലാ കരുത്തരെയും പോർച്ചുഗൽ ഉൾപ്പെടെയുള്ളവരെയൊക്കെ മറിച്ചിട്ട് സെമി ഫൈനൽ വരെ കളിച്ച ഒരു ടീമാണ്. നിലവിൽ അവർ ആഫ്രിക്കൻ നാഷൻസ് കപ്പിൻ്റെ ജേതാക്കളാണ്. നല്ല താരങ്ങൾ കളിക്കുന്നുണ്ട്. ബ്രാഹിം ഡയസ് ഉണ്ട്, അഷ്റഫ് ഹക്കീമി കളിക്കുന്നുണ്ട്. യൂറോപ്പിൽ കളിക്കുന്ന മിക്കവാറും എല്ലാ കളിക്കാരുമായിട്ടാണ് അവരുടെ വരവ് എന്ന് പറയുന്നത്. മൂന്നാമത് നമ്മൾ പറയുന്നു യൂറോപ്യൻ ടീമാണ് സ്കോട്ട്ലൻഡ്. വലിയ പ്രതീക്ഷകളൊന്നുമില്ല, എന്നാലും 1-2 വിജയങ്ങളൊക്കെ നേടാൻ കഴിയുന്നവരാണ്. ഈ ഗ്രൂപ്പിലെ 4ാമത്തെ ടീം എന്ന് പറയുന്നത് ആഫ്രിക്കൻ പ്രതിനിധികളാണ്. ഹെയ്ത്തി എന്ന് പറയുന്ന രാജ്യമാണ്. അപ്പോൾ എന്തായാലും എൻ്റെ സെലക്ഷൻ ഈ ഗ്രൂപ്പിൽ നിന്നും നോക്കൗട്ടിലേക്ക് വളരെ നിർബന്ധമാണ്. ഒന്ന് ബ്രസീലാണ്, മറ്റൊന്ന് മൊറോക്കോയാണ്. നമുക്ക് എന്തായാലും ഇവിടെ ഫുട്ബോളിനെ നന്നായിട്ട് അറിയുന്ന, അതായത് എൻഫ എന്ന് പറയുന്ന നൈനാൻ വളപ്പ് ഫുട്ബോൾ ഫാൻസ് അസോസിയേഷൻ്റെ തലവനായ പ്രസിഡൻ്റായ സുബൈറുണ്ട്. സുബൈറെ, ഈ ഗ്രൂപ്പ് സിയിൽ ബ്രസീലുണ്ട്, മൊറോക്കോ ഉണ്ട്, ഹെയ്ത്തി ഉണ്ട്, സ്കോട്ട്ലൻഡ്. നിങ്ങളുടെ ഫേവറേറ്റ് ടീം ബ്രസീലായിരിക്കും? മൊത്തം പറഞ്ഞാൽ മതി, ഗ്രൂപ്പ് പറയണ്ട. ഈ ലോകകപ്പിലെ കപ്പ് നേടാൻ സാധ്യതയുള്ള ടീമുകളിൽ എല്ലാ ലോകകപ്പിലും ബ്രസീലിനൊരു സ്ഥാനം എപ്പോഴുണ്ട്. കാരണം എല്ലാ ലോകകപ്പ് കളിക്കുകയും 5 തവണ ലോകകപ്പ് നേടുകയും ചെയ്തൊരു രാജ്യമാണ് ബ്രസീൽ. അപ്പോൾ അവരുടെ ഗ്രൂപ്പിൽ മൊറോക്കോ, ഹെയ്ത്തി,
സ്കോട്ട്ലൻഡ് എന്ന് പറയുന്ന ടീമുകളൊക്കെ തന്നെ ബ്രസീലിന് വെല്ലുവിളി ഉയർത്താവുന്ന ടീമുകളാണ്. ഇപ്പോൾ മൊറോക്കോനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ, കഴിഞ്ഞ ലോകകപ്പിൽ വളരെ ആ ലോകകപ്പിൻ്റെ ഒരു എല്ലാവരെയും അമ്പരപ്പിച്ചും കൊണ്ട് സെമി ഫൈനലിൽ എത്തിയ ടീമാണ് മൊറോക്കോ. പിന്നെ നേരത്തെ താങ്കൾ പറഞ്ഞ മാതിരി ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ജേതാക്കളുമാണ് അവർ. പിന്നുള്ളത് ഹെയ്ത്തിയാണ്. ഹെയ്ത്തി എന്ന് പറഞ്ഞാൽ അവർ ലോകകപ്പിലേക്ക് പല പ്രതിസന്ധികളെയും തരണം ചെയ്തിട്ടാണ് ലോകകപ്പിലേക്ക് അവർ ക്വാളിഫൈ ചെയ്തത്. സ്വന്തം രാജ്യത്ത് പോലും ഒരു കളി പോലും കളിക്കാൻ കഴിയാതെ വിഷമിച്ചിട്ടാണ് അവരെത്തുന്നത്. പിന്നെ യൂറോപ്പിൽ നിന്ന് വരുന്ന സ്കോട്ട്ലൻഡ് ലോകകപ്പിൽ വലിയ മുന്നേറ്റങ്ങളൊന്നും നടത്തിയിട്ടില്ലെങ്കിലും ഈ ബ്രസീൽ പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള കെൽപ്പുള്ള ടീമാണ് സ്കോട്ട്ലൻഡ്. അപ്പോൾ എന്തായാലും ഒരു ശക്തമായ പോരാട്ടം ആ ഗ്രൂപ്പിൽ നടക്കും. എന്നാലും നോക്കൗട്ട് സ്റ്റേജിലേക്ക് ബ്രസീലും മൊറോക്കോയും എത്തുമെന്നാണ് കരുതുന്നത്. നമ്മളിനി ഗ്രൂപ്പ് ഡിയിലേക്കാണ്. ഗ്രൂപ്പ് ഡിയിലും 4 ടീമുകളുണ്ട്. സംയുക്ത ആതിഥേയരായ അമേരിക്ക, ഓസ്ട്രേലിയ, പാരഗ്വേ, തുർക്കി. ഈ 4 ടീമുകളാണ് ഗ്രൂപ്പ് ഡിയിൽ മത്സരിക്കുന്നത്. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, അമേരിക്ക വലിയ പ്രതീക്ഷകളിലാണ്. കപ്പൊന്നും അടിക്കാൻ അവർക്കാവില്ല, എങ്കിൽ പോലും ആദ്യ റൗണ്ട് കടക്കണം എന്ന രീതിയിൽ വളരെ ശക്തരായ ടീമിനെ തന്നെയാണ് അമേരിക്ക രംഗത്തിറക്കുന്നത്. എന്തായാലും അമേരിക്ക നല്ല സാധ്യത, പ്രത്യേകിച്ച് ഹോം ഗ്രൗണ്ടുകളൊക്കെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് കരുതുന്നത്. ഇതേ ഗ്രൂപ്പിൽ ഓസ്ട്രേലിയക്കാരുണ്ട്. നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പൊക്കെ കണ്ടതാണ്. അർജന്റീനയെ പോലുള്ള ടീമിനെയൊക്കെ വിറപ്പിച്ച ഒരു സംഘമാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ടീമിലും പഴയതുപോലെ വലിയ താരനിരയൊന്നും ഇല്ലെങ്കിൽ പോലും യൂറോപ്യൻ ഫുട്ബോളിൽ പിന്നെ മേജർ ലീഗ് സോക്കറിലെല്ലാം കളിക്കുന്ന കുറച്ച് താരങ്ങളുടെ സംഘമായിട്ടാണ് ഓസ്ട്രേലിയ വരുന്നത്. ലാറ്റിൻ അമേരിക്കൻ പാരമ്പര്യം എന്ന് പറഞ്ഞാലും പാരഗ്വയ്ക്കുണ്ട്. കാരണം ഏറ്റവും നല്ല അറ്റാക്കിംഗ് സംഘം, അതായത് നേരത്തെയൊക്കെ പാരഗ്വേ എന്ന് പറഞ്ഞാൽ മിഡ്ഫീൽഡ് കേന്ദ്രീകരിച്ചുള്ള ചിലവട്ടൊക്കെ നമ്മുടെ അതായത് ചരിത്രത്തിൽ ഉറയുന്ന പേരുകളാണ്. അവരുണ്ട്. പിന്നീട് നമ്മൾ വരുമ്പോൾ കാണുന്ന, അതായത് നമ്മൾ ഈ അമേരിക്ക, ദെൻ ഓസ്ട്രേലിയ, അത് കഴിഞ്ഞ് പാരഗ്വേ, പിന്നീട് യൂറോപ്പിൻ്റെ പ്രതിനിധികളുടെ ഇത്തവണ അട്ടിമറികൾക്കായിട്ടാണ് വരുന്നത് തുർക്കിയെ എന്ന ടീം. യൂറോപ്പിലെ യോഗ്യതാ റൗണ്ടുകളൊക്കെ നമ്മൾ കണ്ടതാണ്. പല വമ്പന്മാരും പതറി നിന്നപ്പോൾ തുടക്കം മുതലേ ഗംഭീര പ്രകടനവുമായി വന്ന ടീമാണ് തുർക്കി എന്ന് പറയുന്നത്. അവർ യൂറോപ്യൻ്റെ പാരമ്പര്യം മാത്രമല്ല, ഇപ്പം നമ്മൾ യൂറോപ്യൻ ക്ലബ് ഫുട്ബോളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ നല്ല താരങ്ങൾ തുർക്കിയിൽ നിന്നും റയൽ ഉൾപ്പെടെ ബാഴ്സ ഉൾപ്പെടെയുള്ള ടീമുകൾക്കെല്ലാം കളിക്കുന്നുണ്ട്. അവരുടെയൊക്കെ വലിയ ഒരു സംഘമാണ് തുർക്കി എന്ന് പറയുന്നത്. അവർക്കും സാധ്യതയുണ്ട്. പക്ഷേ എൻ്റെ 2 ടീമുകൾ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡിയിൽ നിന്നും നോക്കൗട്ട് 32ലേക്ക് വരുന്നത്, ഒന്ന് അമേരിക്ക വരണം, കാരണം മത്സരത്തിൻ്റെ ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു ഭാവി അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. രണ്ടാമത് ടീമാണ് കുറച്ച് പ്രയാസം. ഓസ്ട്രേലിയ അവിടെയുണ്ട്, തുർക്കിയെ അവിടെയുണ്ട്. ഞാൻ സെലക്ട് ചെയ്യുന്നത് തുർക്കിയാണ്.